പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകർന്നത് AD 476-ൽ ജർമാനിക് ഗോത്രങ്ങളുടെ ആക്രമണത്തിലാണ്. റോമാക്കാർ കീഴടക്കിയ നുമാന്റിയക്കാർ, അർവർണികർ, ഹൈലേറ്റിയക്കാർ, സമാനിയറ്റുകൾ, ലുസിറ്റാനിയക്കാർ, ഉംബ്രിയക്കാർ, എട്രുസ്കക്കാർ എന്നിങ്ങനെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ ജനതകളാരും റോമാ സാമ്രാജ്യത്തിൻ്റെ മൃതശരീരത്തിൽ നിന്നും ചത്തടിഞ്ഞ തിമിംഗലത്തിൻ്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റ് വന്ന യോനപ്രവാചകനെപ്പോലെ ഉയർന്നെഴുന്നേറ്റില്ല. ആ ജനതകളൊന്നും അവശേഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അവരുടെ ഭാഷയും ദേശീയതയും അവകാശികളും ദൈവങ്ങളുടെ ആരാധകരും ജീവശാസ്ത്രപരമായ പിൻഗാമികളായവർ അപ്പോഴേക്കും റോമാക്കാരുടെ ഭാഷയും സംസ്കാരവും പിന്തുടരുന്നവരും റോമൻ ദൈവത്തെ ആരാധിക്കുന്നവരുമായി മാറിക്കഴിഞ്ഞിരുന്നു. മിക്കപ്പോഴും അധിനിവേശക്കാരുടെ പിൽക്കാല തകർച്ചയും പരാജയവും കീഴടക്കപ്പെട്ടവരുടെ തിരിച്ചുവരവിന് കാരണമാകുന്നില്ല. അതിനു പകരം പഴയതിന് തകർന്ന ഇടത്തിലേക്ക് ഒരു പുതിയ സാമ്രാജ്യം കടന്നു നിൽക്കുകയാണ് ഇത് ഏറ്റവും വ്യക്തമായി കാണാവുന്നത്. മധ്യ പൗരസ്ത്യ ദേശങ്ങളിലാണ് ആ മേഖലയിലെ രാഷ്ട്രീയ കേന്ദ്രീകരണം. അനേകം സഹസ്രാബ്ദങ്ങളായി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമാണ് കൃത്യമായ അതിർത്തികളോടുകൂടിയ നിരവധി സ്വതന്ത്ര രാജ്യങ്ങൾക്കിടയിൽ സ്ഥിരതയുള്ള ശാക്തിക നില തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് BC 8-ാം നൂറ്റാണ്ടിലാണ് ഈ മാതിരി ഒരു സന്തുലിതാവസ്ഥ ഒടുവിൽ ഇവിടെ ഉണ്ടായത്. നവ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം തിരോഭവിക്കുന്നതുവരെ അസ്ഥിരവും അശാന്തവുമായിരുന്നു മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയാവസ്ഥ.